ലച്ചു, ലച്ചു, ഈ പെണ്ണെവിടെ? ലച്ചു, മോളെ ലച്ചു, മോളെ ലച്ചു, 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 എവിടെ പോയി എന്റെ കുട്ടി? മോളെ ലച്ചു. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ എന്റെ കൊച്ചിനെ കൊണ്ടുപോയവൻ, അവൻ ഏതവനായാലും വെള്ളം കിട്ടാതെ ചാവുവൻ. നമസ്കാരം പ്രിയ വയലും വീടും. സുനിലേ, നീ വിഷമിച്ചിട്ട് എന്താ കാര്യം? കുട്ടിയെ ശ്രദ്ധിക്കാത്തത് നിങ്ങളുടെ തെറ്റ്. ശ്രീധരേട്ടാ, ഒരു 10 മിനിറ്റ്, ഞാനങ്ങെത്തി. ഒരു വാർഡ് മെമ്പറായും ഉത്സവ കമ്മിറ്റിയിലെ അംഗമായും ഞാൻ അവിടെ ഉണ്ടാവും. ഓക്കെ, ശരി എന്നാ. ഈ ശ്രീധരേട്ടന് എന്തിനും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ എന്താ ചെയ്യാ? ഒരു വാർഡ് മെമ്പറെ തിരക്ക് പുള്ളിക്ക് അറിയില്ലല്ലോ. സന്തോഷേട്ടാ, ഒരു സ്പെഷ്യൽ ടീ. കർഷകന്റെ സന്തോഷം. സന്തോഷേട്ടാ, ഒരു ടിക്കറ്റ് പോലും വിറ്റുപോയിട്ടില്ല. ഞാനമ്മ ഇന്നലെ മുതൽ പട്ടിണിയാ. കർക്കിടകം കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും പാഴ്സലാക്കി തരുമോ? ഞാൻ ഈ ലോട്ടറി വിറ്റിട്ട് പൈസ തരാം. ചിങ്ങമാസം എടാ കൊച്ചനെ, ഇതുപോലെ പലതും പറഞ്ഞിട്ട് നിന്റെ അമ്മ എൻ്റെ അടുത്ത് 1200 രൂപ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ആദ്യം അത് തന്നു തീർക്കെ, എന്നിട്ടാകാം ഹോൾസെലിനെ കുറിച്ച്. കൊടുക്ക് സന്തോഷേട്ടാ, അവൻ വിറ്റിട്ട് തരാന്ന് പറഞ്ഞതല്ലേ. ഞാൻ പുണ്യം കിട്ടാനടായി തുറന്നു വെച്ചേക്കുന്നത്. നീ കഴിച്ച സാധനത്തിന് പൈസ തന്നേച്ചു വാ പുണ്ണി. എന്റെ പറ്റി കൊടുക്ക സന്തോഷേട്ടാ. എന്നാ നീ ആദ്യം തരാനുള്ള പൈസ അങ്ങ് തന്നേച്ചു. ഈ കാര്യത്തിൽ ഞാൻ സന്തോഷേട്ടന്റെ കൂടെയാ. കൊറോണ വൈറസ് ഒരിക്കലും എന്റെ തന്ത എനിക്കിട്ടൊന്നും ഉണ്ടാക്കിയതാ. നിലനിൽക്കുന്നു. ഇന്ത്യയുടെ കോവിഡ് മരണത്തിന്റെ കാലൊച്ചയാണ് എവിടെയും. എന്താ സൈക്കൂട്ടാ, നീ സ്കൂളിൽ പോയില്ലേ? എന്താ നിന്റെ കയ്യില്? രാജ്യത്തിന്റെ അതിർത്തിയിൽ അസ്വസ്ഥതകൾ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള അവൻ ലോട്ടറി വിൽക്കാൻ നടക്ക വിശ്വട്ടാ. അവനൊരു നേരത്തെ ഭക്ഷണം കടം ചോദിച്ചതിന് ഈ സന്തോഷേട്ടൻ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. താനൊക്കെ ഒരു മനുഷ്യനാണോ സന്തോഷേ? ഒന്നുമില്ലൊക്കെ സുരേന്ദ്രന്റെ ചങ്ങാതിയില്ല താൻ. മരിക്കുന്നതിന് മുമ്പ് അയാളുടെ കട തന്റെ പേരിൽ എഴുതി തന്നു. നല്ല ചങ്ങാതി, അല്പം ദയ കാണിച്ചുള്ളൂ. തരാനുള്ള എടുത്തിട്ട് ഇവനുള്ള സാധനം കൊടുക്ക്. ഹലോ, ഇതെന്തൊരു തരം സ്നേഹമാണോ എന്തോ. നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഇതൊക്കെ ധാരാളം. സന്തോഷേട്ടാ, ഞാൻ പോണു. ഉത്സവ കമ്മിറ്റി ഉണ്ടേ, അങ്ങോട്ട് എത്തിയേക്കണേ. 2020 മാർച്ച് 25 ലോട്ടറി കച്ചവടം ഇനി വേണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞോളാം. നാളെ നമുക്ക് നീ സ്കൂളിൽ പോണേ. എന്നാ ശരി കേട്ടാ. സാരടാ പോ. ജ്വല്ലറിയിലോ വസ്ത്രവ്യാപാരശാലയിലോ മൊബൈൽ ഷോപ്പിലോ അല്ല, മറിച്ച് ഇതുപോലൊരു ഉത്സവത്തിന്റെ തലേന്നാ സുരേന്ദ്രൻ. എന്താ വിശ്വട്ടാ? ഒന്നുമില്ലടാ. ആ വിശ്വട്ടാ, പറയാൻ മറന്നു. ഹരിയേട്ടൻ കുടുംബം നാട്ടിലുണ്ടെന്ന്. നിന്നോടാരാ പറഞ്ഞേ? ആദ്യം രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. അവൻ പറഞ്ഞതാ. നമ്മുടെ വിശപ്പകറ്റാൻ അല്ല, നമുക്ക് അവിടെ ഒന്ന് പോയാലോ? ഇതിഹാസം തീർക്കുന്ന കർഷകൻ സർവാധരണീയനാകുന്നത്. എന്താ വിശ്വട്ടാ ആലോചിക്കണേ? എത്ര നാളായി അറിയോ ഹരിയേട്ടനെ കണ്ടിട്ട്? കൃഷി വകുപ്പ് മുൻ മന്ത്രി ഒരു കാര്യം ചെയ്യാം, നീ കയറി, നമുക്ക് പോവാം. കേരളത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും ഇവിടെയാണല്ലേ പപ്പ ഫസ്റ്റ് ടൈം ഭദ്രയെ മീറ്റ് ചെയ്ത സ്ഥലം? ഭദ്ര എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക പപ്പ? അറിയില്ല മോളെ.
ഒന്ന് പതുക്കെ കണക്ക് ഭദ്രേ, എനിക്ക് വയ്യാണ്ടായി. പിന്നെ ഇന്നലെ കാവിൽ നീ രാത്രി പാടിയ സർപ്പപ്പാട്ട് നന്നായിരുന്നു. എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുണ്ട്. നാളെ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഉണ്ടാവും ഞാൻ. ഭദ്ര അങ്ങോട്ട് വരണം. വരില്ലേ? വിഷമിക്കണ്ട പപ്പ, നമുക്ക് കണ്ടുപിടിക്കാന്നേ. അല്ല, ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോണ്ടേ? നമ്മൾ തറവാട്ട് ചെന്നിട്ട് വേണം അച്ഛനും വലിയച്ഛനും വെല്ലൂർ മനയെ പോവാൻ. വെല്ലൂർ മനയോ? അല്ല, വെള്ളടിക്കാവിൽ ഉണ്ണിപ്പണിക്കരുടെ അടുത്ത് പോകണമെന്ന് ഉദ്ദേശിച്ചത്. എന്തൊക്കെയായാലും ഇടയ്ക്ക് പഴയ ചരിത്രങ്ങളിലേക്കൊക്കെ ഒന്ന് മനസ്സ് പാളും. നീ അബദ്ധത്തിൽ പറഞ്ഞാണെങ്കിലും വെല്ലൂർ മനാന്ന് കേട്ടപ്പോ എന്റെ മനസ്സൊന്ന് പാളി. എന്തിനാപ്പാ? ഇരുന്തലക്കൂട്ടത്തിലെ പ്രധാന കണ്ണികളുടെ തറവാടാത്. ഒറ്റ രാത്രി കൊണ്ട വംശം മുഴുവൻ നശിച്ചു പോയത്. അന്ന് മുതലാ നാട് ശാന്തായത്. ഇതൊക്കെ പറഞ്ഞു കേട്ട കഥകളാട്ടോ. എടാ, നീ വണ്ടി എടുക്ക്. വാ. എടാ ചക്ക, മതി കളിച്ചത്, ഇങ്ങോട്ട് ഇറങ്ങ്. ആ പാടൊക്കെ കയറി വരാൻ പഴയ മാതിരിയല്ല. നിങ്ങൾ അകത്തേക്ക് നടന്നോ, ഞാൻ ലഗേജ് എടുത്ത് വരാം. ഹരിയേട്ടാ, ആ വിശ്വ, എന്താ അവിടെ? ഫോൺ ഇങ്ങോട്ട് താ, ഞാൻ പിടിക്കാം. വാടാ. വിശ്വ, നിനക്കൊരു മാറ്റില്ലടാ, പഴയ പോലെ തന്നെ. ഏട്ടൻ ഇപ്പോഴെങ്കിലും ഒന്ന് വരാൻ തോന്നിയല്ലോ. മനസ്സിലാഞ്ഞിട്ടല്ലടാ, അച്ഛൻ വരണ്ടെന്ന് പറയുമ്പോ പിന്നെ എങ്ങനെയാ? വരണ്ടെന്നോ? അതെന്തിന്? ഹരി, നീ വാ, ബാക്കി അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇല്ല ഏട്ടാ, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല. അതെന്താ? നിങ്ങളൊക്കെ പോയതിന് ശേഷം ഞാനീ പടിക്ക് പുറത്താ. പടിക്ക് പുറത്തോ? മനസ്സിലായില്ല. അതൊക്കെ കുറെ പറയാനുണ്ട്. നിങ്ങൾ ചെല്ല്, നമുക്ക് രാത്രി കാണാം. ഏട്ടൻ പോയി വാ. മക്കളെ വാ. ഉണ്ട ചോര നന്ദി കാണിക്കാത്ത നായ്ക്കൾ ഒരുപാട് പുറത്തുണ്ടാവും. നീ പോയി അച്ഛനും അമ്മയും കാണേ. മക്കള് ചെല്ലേ, മുത്തച്ഛൻ്റെ അടുത്ത് ചെല്ലേ. മക്കളെ കാണാൻ ഇന്നലെ മുതൽ ഒരാളെ അകത്ത് കാത്തിരിപ്പുണ്ട്. ഒന്ന് വീണു. ചെല്ല്, മക്കൾ ചെന്ന് കാണ്. ഹരി, യാത്രയൊക്കെ സുഖമായിരുന്നോ? സുഖമായിരുന്നു അച്ഛാ. ചെല്ല്, അമ്മയെ ചെന്ന് കാണ്. എന്ത് വർത്താനാ പറയുന്നത്? നമ്മളെല്ലാരും കൂടി തീരുമാനിച്ചതല്ലേ ഇത്? ആരും ബഹളം വെക്കണ്ട. തീരുമാനം ശ്രീധരേട്ടൻ പറയും. അങ്ങനെ ആരുടെ വായ മൂടി കെട്ടാൻ നോക്കല്ലേ പ്രതീക്ഷ. ഈ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്ത് അന്വേഷണം അവിടെ നടന്നിട്ടുള്ളത്? ഇനി നമ്മളെ സുരേന്ദ്രേട്ടൻ്റെ കാര്യം ഈ പുരുഷോത്തമൻ സാറല്ലേ അന്വേഷിച്ച്? എന്നിട്ട് എന്തായി? അത് ആത്മഹത്യയാക്കി മാറ്റി. ഈ സുനിലിന്റെ കൊച്ചിന്റെ കാര്യം എന്തായി? ഈ നാടുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സൈമൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. നിർത്തടാ, നീയാണോ ഇതൊക്കെ പറയാൻ? ചങ്ങലടിച്ചു പോയ നായ്ക്കൾക്ക് കുരക്കട സ്ഥലം ഇത്. ഇവൻ മറ്റവരോട് ചോദിക്കുന്ന ചോദ്യം എന്നോട് ചോദിക്കട്ടെ? നിനക്ക് പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ല. നായുടെ കടി കൊള്ളാൻ നോക്കിയാൽ എല്ലാവർക്കും നല്ലത്. വിശ്വ, കാര്യങ്ങൾ വളച്ചൊടിച്ച് നീ സീനാക്കല്ലേ. നിന്നെ ആരും സപ്പോർട്ട് ഉണ്ടാവില്ല അവിടെ. വിശ്വട്ടാ, എന്താ ഈ കാര്യങ്ങള്? ആ, നീ കൂടെ ചെല്ല്. എന്താ? നീ കൂടി ചെല്ല്. ചെല്ല്. എടി, എന്താടി ഇത്? മുടിയൊക്കെ പോയല്ലോ. നിങ്ങളവിടെ പോയാ എണ്ണത്തേക്കും കൂലിയൊന്നും ഇല്ല അല്ലേ? അമ്മേ, ഞാനൊന്ന് അമ്പലത്തിൽ പോയി വരാം. ഈ രാത്രിയിൽ പോണ്ട മോനെ. കമ്മിറ്റി മീറ്റിംഗ് നടക്കല്ലേ, എല്ലാരും ഒന്ന് കാണാലോ. ഞാൻ വേഗം എത്തിയേക്കാം. ഡാ കണ്ണ.
ചേച്ചി ഞാൻ ഫോൺ വന്നിട്ട് തരാട്ടോ. ആ അച്ഛാ ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം. ഹരേ, രാത്രി യാത്ര വേണ്ട. പഴയ നെല്ലിമംഗലല്ലേ ഇത്. അച്ഛാ ഞങ്ങൾക്ക് ബൈക്കിൽ 2 റൗണ്ട് കറങ്ങിയാലേ ഉറക്കം വരും. അല്ലടാ കണ്ണാ? ഞങ്ങൾ വേഗം വരാം. പോവാം നമുക്ക് കണ്ണാ. ഹരേ, കോവിലകം വഴി പോണ്ട. ഇവിടെ എല്ലാവരും എങ്കിലും എന്തോ മറച്ചു വെക്കുന്നുണ്ട്. പോ 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 പോ. നീ തെക്കേടുത്ത സന്തതി സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു, പറ്റിയില്ല. പൊയ്ക്കോ, അവള് പോയി. തിരിച്ചു വന്നിട്ടുണ്ട് അവള്. പൊയ്ക്കോ. തെക്കേടുത്ത സന്തതി പരമ്പരയുടെ ഒരു കണിക പോലും അവള് ബാക്കി വെക്കില്ല. പൊക്കോ. നാശകാലേ വിപരീത ബുദ്ധി. നീ എന്താണ് അവിടെ? ഞാൻ വിശ്വനെ കാണാമെന്ന കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ കേട്ടു. വിശ്വേട്ടൻ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എൻ്റെ അച്ഛൻ എന്താ പറ്റി? ഞാനും നിൻ്റെ അച്ഛനും നല്ല കൂട്ടുകാരായിരുന്നു. നിൻ്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് എൻ്റെ അച്ഛനാണ്. പിന്നെ നീയുണ്ടായി. പക്ഷേ ഇതിനിടയ്ക്ക് എന്താണെന്നറിയില്ല, നിൻ്റെ അച്ഛൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു. ആൾ നന്നായി മദ്യപിക്കാൻ തുടങ്ങി, വീട്ടിൽ വരാതായി. 5 വർഷം മുമ്പ് ഒരു ഉത്സവത്തലേന്ന് കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഏയ് വിശ്വ, തെറ്റ് പറ്റിപ്പോയടാ. ഒരു മനസ്സമാധാനം കിട്ടാൻ ഇതൊക്കെയുള്ള വഴി. സുരേന്ദ്ര വന്ന് വണ്ടി കയറ്. സുരേന്ദ്ര വീട്ടിൽ കുട്ടിയും ഭാര്യകളിലാണ്. ഞാൻ കൊണ്ടാക്കി തരാം. വണ്ടി കയറ് കയറ്. ഞാനല്ലേ പറയുന്നത്. പറക്കും തളിക്ക്. നീ പറഞ്ഞ ഞാൻ ചെയ്യും വിശ്വ. കാരണം മനസ്സറിഞ്ഞ് കൂടുന്നത് നീയാ. ഇനി ഞാൻ ചത്തുപോയാലും എന്റെ കുടുംബത്തിന് നീയെ കാണൂ. ചത്താലും മറക്കൂടാ ഞാന്. നീ അടങ്ങി മര്യാദക്ക് പിടിക്കൂടെ. വിട്. വിശ്വ വിശ്വ, വണ്ടി നിർത്തടാ. വണ്ടി നിർത്തടാ. ഞാൻ ഇവിടുന്ന് നടന്നു പോയിക്കൊണ്ട് നീ പോക്കോ. എനിക്ക് ഒരാളോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനുണ്ട്. ഈ നട്ടപ്പാതിരിക്ക് എന്നെ പറയണ എനിക്ക്. നീ പോടാ. പോടാ. വീട്ടിൽ നിന്റെ ഭാര്യയും കുട്ടിയും നീ കേറ്. നീ പോടാ. നീ പൊക്കോ, ഞാൻ പൊക്കോളാ. നീ പോടാ. മാപ്പു നൽകൂ മഹാമോനെ. മാപ്പ് പറയാൻ പോകുന്നു. പേടി നടന്നിട്ട് കാര്യമില്ല. അവന്റെ വിധി നാളത്തെ സൂര്യോദയത്തിൽ ഈ ഗ്രാമം അറിയും. വന്നത് എവിടെയെന്നോ അവിടേക്ക് മടങ്ങിക്കോ. പോയിക്കോ പോയിക്കോ. ഓരോ അവതാരങ്ങൾ. വിശ്വേട്ടാ, എൻ്റെ അച്ഛനെ പിന്നെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട് ഒരിക്കൽ. വിശ്വട്ടാ, നമുക്ക് ആ ഭാഗം ഒന്ന് ശരിയാക്കിയാലോ? ഏകദേശം ഏരിയയിലൊക്കെ ആയിട്ട് നമുക്ക്. ഇതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? വാ വാ. ദൈവമേ, കഴിഞ്ഞില്ലേ?
ഇനിയിപ്പോ ആരാ? നമ്മള് സുരേന്ദ്രനല്ലടാ. വിശ്വട്ടാ, ഇന്നലെ രാത്രി കൂടി കണ്ടതല്ലേ, എന്നിട്ട് നീ എന്താ മോളെ ആലോചിക്കുന്നത്? നിനക്കും കൂടി പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവായിരുന്നില്ലേ? എനിക്ക് മുത്തശ്ശിയോടൊന്ന് തനിച്ച് സംസാരിക്കണമായിരുന്നു. അതാ ഞാൻ പിന്നെ പോവാതിരുന്നത്. നിനക്കോ? എന്നോടോ? എന്താ കുട്ടി സംസാരിക്കുള്ളത്? എനിക്ക് സത്യം അറിയണം മുത്തശ്ശി. മുത്തശ്ശി പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു നാഗദൈവങ്ങളെ ശാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റിയൊരു പെൺകുട്ടിയില്ലേ, ഭദ്ര? അവളെക്കുറിച്ച് എനിക്ക് മുഴുവൻ അറിയണം. സത്യം പറയാൻ വിളക്കുണ്ട് മോളെ. എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും സത്യം ഒരു നാൾ പുറത്തു വരും. ഈ പയ്യനാരാ? ഇവനെ മനസ്സിലായില്ല. ഇത് നമ്മളെ സുരേന്ദ്രന്റെ മോൻ. സുരേന്ദ്രന്റെ മോനോ? ആ, ശ്രീഹരി. എന്നിട്ട് സുരേന്ദ്രൻ എവിടെ? ഏയ് വാസുട്ടാ, എവിടേക്കാ? ഹലോ സന്തോഷേ, എപ്പോ എത്തി? ഞാൻ ഇന്നെത്തിയടാ. ആണോ? ആ, നീ കയറിയടാ.